നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 37 ഭാഗങ്ങളിൽ വരുന്ന ദേവിയുടെ നാനാനാമങ്ങളെയാണ് നാം ഇതുവരെ വിവരിച്ചത്. ഇന്നിവിടെ വിവരിക്കുന്നത് 38ാമത്തെ ഭാഗങ്ങളിൽ വരുന്ന ദേവിയുടെ നാനാനാമങ്ങളെ കുറിച്ചാണ്. കർത്രി, ഹർത്രി, കാലയിത്രി, ശർവരി, താമസി, ദയാ. എല്ലാം സൃഷ്ടിക്കുന്ന കർത്തൃകാരിണിയായ ദേവി തന്നെയാണ് പാലിക്കുന്നതും. ഹർത്രിയായി നിശേഷം എല്ലാം നശിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. സന്ധ്യയായി ഇരിക്കുന്ന ശർവരി തന്നെയാണ് ഇരുട്ടായ താമസിയായും ദയാരൂപത്തിലും ഇരിക്കുന്നത്. തമിസ്ര, താമസി, സ്ഥാണു, സ്ഥിര, ധീര, തപസ്വിനി. ഇരുട്ടായ താമസി തന്നെ അതികൂരിരുട്ടായ തമിശ്രയായും ഇരിക്കുന്നു. അമാവാസിയിലെ ഇരുട്ടിനെയും അതുപോലെ പ്രളയകാലത്തെ അല്പമാത്ര രൂപിയായ കൂരിരുട്ടിനെയും തമിശ്ര എന്ന് വിളിക്കുന്നു. കാളി ഉപാസനയിൽ തമിശ്രയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അമാവാസിയിലെ ഒരു യാമത്തിന്റെ പേരും തമിശ്ര എന്നാകുന്നു. ഉറച്ചു കട്ടിയുള്ള ഇരുട്ടു കാലാതിവർത്തിയായ കാളിയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ശിവമായ സ്ഥാണു എന്നും സ്ഥിരമായ തത് അന്ധകാരത്തിൽ കാണുന്ന ചൈതന്യരൂപിയായ ദേവി ധീരയും അതിൽ തന്നെ തപ്തമാകുന്നവളാകയാൽ തപസ്വിനി എന്നും നാമം. നന്ദികേശ്വര പ്രണാമം ഭഗവാൻ. ശൂലപാണി. ഹര ഹര മഹാദേവ.